സാഗറിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഇടയായതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സുജ. ആലോചിച്ചിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്താണ് സംഭവം? യാഥാർത്ഥ്യം എന്താണ്? മുതലായ കാര്യങ്ങളാണ് ഇപ്പോൾ മുമ്പിൽ ബാക്കിയാകുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. കൺമണി എന്തൊക്കെ സംഭവിച്ചാലും കൃഷിനെ വിട്ടു പോവുകയില്ല എന്ന് ഉറപ്പിച്ച് കൃഷിനെ സഹായിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങൾ എന്തായാലും മുന്നിലേക്ക് പോകട്ടെ. എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ സംഭവിക്കട്ടെ. പക്ഷേ ഞാനുണ്ടാകും കൂടെ. അതിൽ ഒരു മാറ്റവുമില്ല സാറേ എന്ന് പറഞ്ഞ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങുന്നു. ഇത് കാണുന്ന കൃഷിന് ഒരു നിർവികാരതയാണ് ഉണ്ടാകുന്നത്. സന്തോഷിക്കണമോ കരയണമോ എന്നൊന്നും അറിയാത്ത അവസ്ഥ. മാത്രവുമല്ല, ഇതേ തുടർന്ന് ദേവിജി അടുത്തത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനൊന്നും സാധിക്കുകയില്ല. കാര്യങ്ങൾ ഇതോടെ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ്. സുജ മാറ്റങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് മാനസികമായി തകർന്നു പോകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു സാഗർ എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് സാഗർ ബലരാമൻ്റെ കാര്യം തുറന്നു പറയുകയാണ്. ഈ കാര്യം അറിഞ്ഞതോടെ തകർന്നു പോവുകയാണ് ഇപ്പോൾ സുജ. ഇതേ തുടർന്ന് ഇതിനെല്ലാം കാരണം കൃഷാണ്. അവൻ കാരണമാണ് എനിക്കെൻ്റെ മകനെ നഷ്ടപ്പെട്ടത്. ഈ കുറ്റപ്പെടുത്തൽ കേട്ട് ഇപ്പോൾ ദേഷ്യം വന്നിരിക്കുകയാണ് സാഗറിന്. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.